അതെ, നമ്മുടെ ഇറച്ചിക്കോഴികളില്ലേ, കടയിൽ കിട്ടുന്ന ബ്രോയിലർ, അതിനെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തിയിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ ചേച്ചിയുടെ വീടിനടുത്തുള്ള ഫ്രണ്ടിൻ്റെ ഫാമിൽ നിന്ന് 4-5 ബ്രോയിലർ കുഞ്ഞുങ്ങളെ അവർ എടുത്ത് വളർത്തി നോക്കി. അത് ആദ്യമായി മുട്ടയിട്ടപ്പോഴുള്ള വീഡിയോ ആണ് ഇത്. ഏകദേശം 7-8 മാസത്തോളം എടുത്താണ് മുട്ടയിട്ടത്. പക്ഷേ ഇട്ട് തുടങ്ങിയപ്പോൾ മാസത്തിൽ 25 മുട്ടയോളം ഇട്ടിരുന്നു. നല്ല വലിപ്പമുള്ള മുട്ടകൾ സ്ഥിരമായി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ബ്രോയിലർ കോഴികൾ ഇറച്ചിക്ക് മാത്രമല്ല മുട്ടയ്ക്കും നല്ലതാണ്. നമ്മളിങ്ങനെ വളർത്തിയതിൽ ഒരു ബ്രോയിലർ പൂവനെ കറി വെച്ച് നോക്കിയിരുന്നേ. ഏറെക്കുറെ നാടൻ കോഴിയുടേത് പോലത്തെ ഇറച്ചിയായിരുന്നു അതിനും. അതെ, നമ്മുടെ ഇറച്ചിക്കോഴികളില്ലേ, കടയിൽ കിട്ടുന്ന ബ്രോയിലർ, അതിനെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തിയിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ ചേച്ചിയുടെ വീടിനടുത്തുള്ള ഫ്രണ്ടിൻ്റെ ഫാമിൽ നിന്ന് 4-5 ബ്രോയിലർ കുഞ്ഞുങ്ങളെ അവർ എടുത്ത് വളർത്തി നോക്കി. അത് ആദ്യമായി മുട്ടയിട്ടപ്പോഴുള്ള വീഡിയോ ആണ് ഇത്. ഏകദേശം 7-8 മാസത്തോളം എടുത്താണ് മുട്ടയിട്ടത്. പക്ഷേ ഇട്ട് തുടങ്ങിയപ്പോൾ മാസത്തിൽ 25 മുട്ടയോളം ഇട്ടിരുന്നു. നല്ല വലിപ്പമുള്ള മുട്ടകൾ സ്ഥിരമായി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ബ്രോയിലർ കോഴികൾ ഇറച്ചിക്ക് മാത്രമല്ല മുട്ടയ്ക്കും നല്ലതാണ്. നമ്മളിങ്ങനെ വളർത്തിയതിൽ ഒരു ബ്രോയിലർ പൂവനെ കറി വെച്ച് നോക്കിയിരുന്നേ. ഏറെക്കുറെ നാടൻ കോഴിയുടേത് പോലത്തെ ഇറച്ചിയായിരുന്നു അതിനും. അതെ, നമ്മുടെ ഇറച്ചിക്കോഴികളില്ലേ, കടയിൽ കിട്ടുന്ന ബ്രോയിലർ, അതിനെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തിയിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ ചേച്ചിയുടെ വീടിനടുത്തുള്ള ഫ്രണ്ടിൻ്റെ ഫാമിൽ നിന്ന് 4-5 ബ്രോയിലർ കുഞ്ഞുങ്ങളെ അവർ എടുത്ത് വളർത്തി നോക്കി. അത് ആദ്യമായി മുട്ടയിട്ടപ്പോഴുള്ള വീഡിയോ ആണ് ഇത്. ഏകദേശം 7-8 മാസത്തോളം എടുത്താണ് മുട്ടയിട്ടത്. പക്ഷേ ഇട്ട് തുടങ്ങിയപ്പോൾ മാസത്തിൽ 25 മുട്ടയോളം ഇട്ടിരുന്നു. നല്ല വലിപ്പമുള്ള മുട്ടകൾ സ്ഥിരമായി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ബ്രോയിലർ കോഴികൾ ഇറച്ചിക്ക് മാത്രമല്ല മുട്ടയ്ക്കും നല്ലതാണ്. നമ്മളിങ്ങനെ വളർത്തിയതിൽ ഒരു ബ്രോയിലർ പൂവനെ കറി വെച്ച് നോക്കിയിരുന്നേ. ഏറെക്കുറെ നാടൻ കോഴിയുടേത് പോലത്തെ ഇറച്ചിയായിരുന്നു അതിനും.